ഒരു ദിവസം അനുജൻ ജ്യേഷ്ഠൻ താമസിക്കുന്ന വീടിന് മുന്നിലൂടെ പോകുമ്പോൾ, അടുത്തടുത്താണ് വീട്, തൊട്ടടുത്തടുത്താണ്, ആ വീടിന് മുന്നിലൂടെ പോകുമ്പോൾ സ്വന്തം മൂത്ത സഹോദരൻ കാർപോർച്ചിലിരുന്ന് ഛർദിക്കുകയാണ്. ഛർദിക്കുന്നത് ചോരയാണ്. മകൾ പുറം തലോടി കൊടുക്കുന്നുണ്ട്. അനുജൻ കണ്ടു, യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. പിണങ്ങിയിരിക്കല്ലേ, ആരാണ് തോൽക്കുന്നതെന്ന് അറിയണ്ടേ. അനിയൻ അനുജന്റെ സ്ഥലത്തേക്ക് പോയി. ചേട്ടൻ ആ ഛർദിച്ച അവസ്ഥയിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മൂത്ത സഹോദരൻ മരണപ്പെട്ടു. ഈ മരണപ്പെട്ട വാർത്തയറിഞ്ഞ് ഞാനവിടെ ചെല്ലുമ്പോൾ വളരെ ദുഃഖഭാരത്തോടെ നിൽക്കുന്ന അനിയനെയാണ് കണ്ടത്. എനിക്ക് യഥാർത്ഥത്തിൽ അവന്റെ ദുഃഖത്തോട് പുച്ഛമാണ് തോന്നിയത്. ഈ സംഭവങ്ങൾ എന്നോട് അതിന്റെ അയൽക്കാരും സുഹൃത്തുക്കളുമായ പലരും പറഞ്ഞു. ഇവൻ കണ്ടുകൊണ്ടാണ് പോകുന്നത്. ജ്യേഷ്ഠൻ ചോര ഛർദിക്കുന്നു. അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഇവൻ മരിക്കണമെന്ന്. ഇവൻ മരിച്ചു പോകുമെന്ന് വിശ്വസിച്ചതുമില്ല. അങ്ങനെയാണല്ലോ ചില വിഡ്ഢികൾ. എന്ത് പിണക്കമുണ്ടായാലും കാരിരുമ്പ് പോലെ ഇവനങ്ങ് ജീവിച്ചിരിക്കും എന്ന് വിശ്വസിക്കുന്ന സഹോദരങ്ങളുണ്ട്. അങ്ങനെ കടന്നുപോയി മണിക്കൂറുകൾക്ക് ശേഷമാണ് മരിക്കുന്നത്. ഞാൻ ആ ചടങ്ങെല്ലാം കണ്ട് തിരികെ പോരുന്നു. ആ അനിയന്റെ വികാരപ്രകടനമെല്ലാം കണ്ട് അവസാനം 3-ാം ഫാത്തിഹയ്ക്ക് ചെന്നപ്പോൾ അതേ വികാരത്തോടെ ഇവൻ ഭക്ഷണം വിളമ്പുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. ഞാൻ അവനെ പുറകിലേക്ക് മാറ്റി നിർത്തിയിട്ട് അവനോട് ചോദിച്ചു, എടാ തെമ്മാടി, തെണ്ടി, നീ ഈ കാണിക്കുന്ന സ്നേഹവും ഈ കണ്ണീരും അങ്ങേര് ജീവിച്ചിരുന്നപ്പോൾ നീ കാണിച്ചിരുന്നെങ്കിൽ നിന്റെ സഹോദരന് എന്ത് സ്നേഹമായിരുന്നു. അവൻ എൻ്റെ കയ്യിലങ്ങ് വളരെ മുറുക്കി പിടിച്ചു. എനിക്ക് പ്രത്യേകിച്ച് വികാരവും തോന്നിയില്ല കേട്ടോ. എന്നിട്ട് അവനൊരു കൊച്ചുകുട്ടിയെപ്പോലെ കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞത്, അങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല ജീവിതം. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും വഴക്കില്ലാത്തൊരു ജീവിതം ഉണ്ടാകില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാത്തൊരു ജീവിതം ഉണ്ടാകില്ല. അത് സഹോദരങ്ങൾക്കിടയിൽ 2, 3, 4, 5 വയസ്സാവുമ്പോൾ തുടങ്ങുന്നതാണ്. അത് മരണം വരെ ഉണ്ടാകും. പക്ഷേ അങ്ങനെ തുടരുമ്പോഴും ഇതെന്റെ രക്തമാണ്, എന്റെ മക്കൾ എത്ര സ്നേഹത്തോടെ ഇന്ന് ഓടിക്കളിക്കുന്നത് പോലെ ഞങ്ങൾ ഓടിക്കളിച്ചതാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. വെറുതെ വ്യാജ സ്നേഹപ്രകടനങ്ങളൊന്നും വേണ്ട. ചില വീടുകളിലെ പോലെ ആങ്ങളെയും പെങ്ങളെയും എല്ലാവരുടെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചു മറിയുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾക്കല്ല. ഹൃദയത്തിനുള്ളിൽ അവർക്ക് സ്ഥാനമുണ്ടാകണം. സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ സഹോദരിയുടെ മക്കൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൂടി വികാരത്തിന്റെയും ചിന്തയുടെയും ഒക്കെ ഭാഗമാകണം. നമുക്ക് വഴക്കിടാം, നമുക്ക് വഴക്ക് പറയാം, പിണങ്ങാം. പക്ഷേ ആ പിണക്കത്തിന് വെറും നിമിഷങ്ങളുടെ ആയുസേ ഉണ്ടാകാവൂ. ജ്യേഷ്ഠനോ അനിയനോ വന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി മിണ്ടാൻ ഒരു മനസ്സ് കാണിക്കണം. അവിടെ നമ്മൾ തോക്കുകയല്ല, അവിടെ നമ്മൾ ജയിക്കുകയാണ്. അവിടെ ജയിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസമാണ്. എന്നേക്കുമായി നഷ്ടപ്പെടുന്ന മരണമെന്ന യാഥാർത്ഥ്യം നമ്മളെ വേർപിരിഞ്ഞു പോകുമ്പോൾ